ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതേ ഞങ്ങൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലിമ്പം മാർക്കറ്റിൽ. അപ്പോൾ സോയിക്കുട്ടിയും ചേച്ചി നേരത്തെ പോയി അങ്ങോട്ട്. പിള്ളേർക്ക് വയ്യ, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചത്. അപ്പം ഞങ്ങളിപ്പോഴാണ് റെഡി ആയിട്ട് മാർക്കറ്റിൽ പോവാണ്. ഇതേപ്പോൾ ടാക്സിയിലാട്ടെ ആൻസിക്കിരിക്കും നമുക്ക്. പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടാക്സി ട്രിപ്പ് അടിക്കും. അപ്പൊ നമ്മള് പൈസ കൊടുത്തു കഴിയുമ്പോ നമ്മുടെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റും മാർക്കറ്റില്. അപ്പൊ ഇങ്ങനെ ടാക്സി ട്രിപ്പ് അടിക്കുന്ന വണ്ടിയത്. അപ്പൊ അങ്ങനെ ഞങ്ങള് കാലിപ്പം മാർക്കറ്റിൽ സൂപ്പർ പോരാന്നാണ്. അവൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ നേരെ കലിപ്പൺ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. കേസ് നമുക്ക് കപ്പ കഴിക്കണം. ഇപ്പൊ എല്ലും തോലൊക്കെ ആള് കപ്പ കഴിക്കണം എന്നൊക്കെ പറയണ. കപ്പ കിട്ടി നോക്കാം. അങ്ങനെ കിട്ടൂല. ചക്കയോ? ചക്ക അവിടെ കിട്ടുമോ? ചക്ക ചിലപ്പോ കിട്ടും. അപ്പൊ നോക്കാം കേസ്. നമുക്ക് പോവാണ് കേസ്. കപ്പ ഒരു 5 കിലോ മതി. അപ്പൊ എല്ലാരും പറഞ്ഞാല് സോയിക്കുട്ടി ഇല്ലാത്ത സ്റ്റാർട്ടിംഗ് എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് എവിടെ ഉണ്ട്? ഇന്ന് നമുക്ക് കാലിമ്പം മാർക്കറ്റ്. അപ്പൊ അമ്മക്ക് അറിയില്ലേ? അപ്പൊ എല്ലാരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് എല്ലാരും ചെയ്യണം കേട്ടോ. പറഞ്ഞിട്ടുണ്ടോ? ഓഹോ, ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് നമുക്ക് ഇത് അമ്മക്ക് മാർക്കറ്റ് കാണിപ്പിക്കാം. അത് അമ്മ കപ്പ പറഞ്ഞിട്ട് കുറെ ദിവസമായി. അപ്പൊ ഇന്ന് വെഡ്നസ്ഡേ ഉണ്ട്. വെഡ്നസ്ഡേ നമുക്ക് ഇങ്ങ വെഡ്നസ്ഡേ സാറ്റർഡേ ഇങ്ങ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം കപ്പ ഉണ്ടോ ഇല്ലേ. കപ്പ കിട്ടിയാലും ഭാഗ്യം, കിട്ടിയില്ലെന്ന് പിന്നെ എന്താ ചെയ്യുന്നേ? പൂനസൊക്കെ വയർക്ക് ഇൻഫെക്ഷൻ ആയി. പിന്നെ കുറച്ച് പനിക്കുന്നുണ്ട്. 100 ഉണ്ട് പനി. പിന്നെ 100 ഉണ്ട്. പിന്നെ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഡാർജിലിംഗ് പോയി ഫുഡ് ശരിയായില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയി. പിന്നെ അങ്ങനെ വരുമ്പോ ഇൻഫെക്ഷൻ. അല്ല, അമ്മയുടെ ഈ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഓ തിരക്കല്ലേ? അല്ല സോയിക്കുട്ടി, നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ. അപ്പൊ സോയിക്കുട്ടിക്ക് ഇവിടെ നിക്കാം, നമുക്ക് ഇവിടെ നിക്കാം, എല്ലാവർക്കും നിക്കാം. വല്ലപ്പോഴും നമുക്ക് സ്ഥലത്ത് കറങ്ങാൻ പോവാം. ഇങ്ങനെ ക്ലൈമറ്റ് സൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായോ? ടോയ്സ് മേടിച്ച് കൊടുക്കാ. സാധനം കൈ പിടിച്ചോണ്ട് നടക്കണ്ടേ? ഈ പിള്ളേര് പിടിക്കും. മേടിച്ചില്ലെന്ന് പിന്നെ കറങ്ങിട്ട് ഔഷധി ആവും. മേക്കപ്പ് ടോയ്സ് വെറൈറ്റി ഉണ്ട് ഇവിടെ. മൺപാത്രം കൊണ്ടുണ്ടാകും. നമുക്ക് ചെറുപ്പത്തിൽ മേടിക്കാൻ പറ്റാത്ത ടോയ്സ് ഉണ്ടാവല്ലോ. ചെറുപ്പത്തില് അങ്ങനെയല്ല, നമ്മൾ കടയിൽ കാണാമല്ലോ. പണ്ട് പള്ളി പെരുന്നാൾക്ക് വരും മേടിക്കണം തോന്നുന്നു. സത്യം, അന്നുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ആഗ്രഹമില്ല. അന്നൊക്കെ ഒരു പീപ്പി ഇവിടെ ഊതണം. അന്നൊക്കെ അതായത്. പിന്നെ അന്നൊന്നും എനിക്കൊരു അയ്യോ ആ കളിപ്പാട്ടം വേണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. അന്ന് അങ്ങനത്തെ പിള്ളേർക്ക് അന്നൊന്നും അങ്ങനത്തെ ഉണ്ടാവില്ല. നിനക്ക് എന്താ ആഗ്രഹമായിരുന്നു വെച്ചാൽ നീ ഇപ്പൊ മേടിച്ചു. നമുക്കന്ന് അങ്ങനെയൊന്നും ആഗ്രഹം. അവിടെ വേറെ ആർക്കും നമ്മൾ കാണുന്നില്ല. നന്മയോളി കളിക്കുന്ന ആട്ടാ. അല്ലടാ, സത്യം പറയാൻ പറ്റില്ല. പണ്ടെല്ലാവരും അങ്ങനെയാണ്. അവിടെ അല്ലെങ്കിൽ വേറൊരു ആൾക്കാർക്ക് കണ്ടാലല്ലേ നമുക്കത് വേണമെന്ന് ആഗ്രഹം തോന്നുള്ളൂ. നമുക്ക് അങ്ങനെ അവിടെ വേണോ? അമ്മച്ചി ഇതൊന്നും മേടിച്ചു കൊടുക്കും. നീ വലുതല്ലേ? നീ എന്തിനാ കളിപ്പാട്ട് എടുക്കും? നീ വലുതല്ലേ? ഓ അതെ, അമ്മച്ചിക്ക് എന്താ വേണ്ട? ഞാൻ മേടിച്ചു. എനിക്ക് ഭയങ്കര വില കുറവാ. കപ്പയാ? അന്ന് അപ്പുക്കുട്ടൻ ഉണ്ടാക്കുന്നു.
ഓക്കെ, നമുക്ക് കപ്പയും ബീഫാണെന്ന് വേണമെന്ന് പറയാം. എനിക്ക് കപ്പ ഉള്ളി കപ്പ ബീഫ് കൊടുത്ത് ഞാൻ കഴിക്കാറില്ല. നിങ്ങൾക്ക് ഞാൻ കപ്പയും ബീഫ് വെച്ചുതരാം. ഓക്കെ. ആൻസിക്ക് ജിലേബി വേണം. ജിലേബി എവിടെ? ജിലേബി അവിടെ അല്ലേ? ആൻസി ജിലേബി खान जा रहे हो? പോത്താ എന്താ പറഞ്ഞ? ഇവക്ക് എന്നോട് സ്നേഹമില്ല. ഇത് എല്ലാം വേണോ? ഇവർക്ക് ചെയ്യണം. നമ്മൾ നല്ല തീറ്റ. പണ്ട് ഈ ജിലേബി അമ്മ മേടിച്ചു തരുവാ. ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡൊക്കെ ഉള്ളില് ഈ ജിലേബി ഇടും. പണ്ട് അമ്മ മേടിച്ചു തരുമോ पहिला ताराबुजीले ब्रेड जुलेबी ल्याउँथ्यो हामी आप्पा चाहिँ रुकी बस्थे के ल्याउँछ भने अन्त दुईटा ब्रेडमा चाहिँ एउटा जुलेबी हाल्यो नि त खायो। ചോളം ഉണ്ടല്ലേ, ചോളം അരി അരി കഞ്ഞി കുടിക്കോ? ചോറും ഉണ്ടാക്കി കഴിക്കും. ഇത് നാടൻ തക്കാളി കണ്ട്, നാടൻ തക്കാളി, നാടൻ കൂക്കമ്പർ. പക്ഷെ ഇവിടുത്തെ മുളകൊക്കെ ചെറുതായിരിക്കും. ബീൻസ് നോക്കൂ, ഇത് നാടൻ ബീൻസ് ഗ്യൂസിബി. ഇത് സിൽഗുഡിയിൽ വരും. ഇത് നമുക്ക് ഇങ്ങ തന്നെ കിട്ടും. ചുരുപ്പി ചുരുപ്പി और ये क्या चुरपी हो? यो याक चुरपी, याक याक ಅದು ಚುರುಪಿ, ಅದನ್ ಚುರಪಿ. ಅದು ನಮಗೆ ഇത് നമുക്ക് പശുപാലുണ്ടല്ലോ ಅದಕ್ಕೆ. ഇത് യാക്ക് ഉണ്ടല്ലോ തണുപ്പ് സമയത്ത് യാക്ക് ബ്ലാക്ക് കളർ അറിയോ? യാക്ക് യാക്ക് അതൊക്കെ. അയ്യോ പുഞ്ച അങ്ങനെ ചെയ്യല പൊടി. ഇത് കത്തിക്കിനൊക്കെ വേണ്ടി മണം കിട്ടും. ഇതിലേക്ക് കുറച്ച് മൊച്ച ജാൻച്ച. ഇത് മസ്കിറ്റോ പിന്നെ നമുക്ക് റൂമൊക്കെ വേണ്ടി നല്ല സ്മെല്ല് കിട്ടൂലേ. പിന്നെ ബുദ്ധിസ്റ്റ് ആൾക്കാർക്ക് പൂജ ചെയ്യും. എന്റെ പേര് കപ്പയില്ല. मेन रोड पनि गाडी भएकोमा गएर जाँदा गर्छु कि। അപ്പൊ ഇത് നമുക്ക് മെയിൻ ഹാർട്ട് ബസാർ മാർക്കറ്റ് പറയും. ഉള്ളില് വരാം. തിരക്കുണ്ട്, തിരക്ക്. പക്ഷെ ഇന്ന് കുറവാത്ത തിരക്ക്. दीदी धनिया पाउडर दिनु न. ഇത് നമുക്ക് സ്പൈസസ്. അയ്യോ കൈ പൊട്ടിച്ചല്ലേ. ഇതേ എല്ലാ സ്പൈസ. പിന്നെ
ഉണക്ക് ഇത് തേങ്ങ കൊപ്ര എന്താ കൊപ്ര കൊപ്ര Yes, uyo gordon on this mama, don't know your butterfly. അത് നോണ കണ്ടാ മതി Oh, bye. അവിടെ നോണ നോക്കി Your മേടിക്കണം butterfly, I'll do none. Yes, ma'am. Mira, God, falling to allow. അവിടത്തെക്കാളും ചൂട് ആ വന്നു. ഇവിടെ ഇവിടെ ഒരു 1 മണി ആവണം ആ ചൂട് വരാൻ ചൂട് ഇപ്പൊ നല്ല ചൂടായി. ഇനിയിപ്പോ 4 മണിക്ക് തണുപ്പല്ലേ അല്ലേ ഗോട്ടായിക്കോ എന്റെ അമ്മക്ക് കപ്പയാണ് മേടിക്കാൻ വന്നത് അതൊക്കെ കപ്പത നോക്കുന്നുണ്ട് ഇതെന്താ വഴുതനങ്ങ ഇവിടെ എങ്ങനെയാണോ വലുതാവൂല വലുതുമുണ്ട് ഇതിന്റെ പേരെന്നാ ബൈഗൂൺ ബൈഗൂൺ കിട്ടിയില്ലേ കപ്പ കിറ്റിന് ഇത് മെയിൻ ഇതും ആണോ കപ്പ കിറ്റിന് മാർക്കറ്റ് കിട്ടിയല്ലേ सीजन नहीं है मच्छी सीजन नहीं है हाँ സീസൺ ഇല്ല കപ്പ ഒരു ക്യാബേജ് ഒരു ചെറിയ ക്യാബേജ് കൂടി മേടിക്കും സോന एउटा सानो क्याबेज भएको अलिक ठुलो सबैजना सब्जी കപ്പ കിട്ടാത്തോടുകൂടി എന്റെ മൂട് പോയി. പണ്ട് കാര്യമില്ല നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് വരണം ഞാൻ കപ്പയുടെ ചെന്ന് നോക്കാറാണ്. ഇവിടെ അങ്ങനെ കിട്ടൂല അതാണ് പുറമേന്ന് ഇടിയൻ ചക്ക ആണോ? एक केजी का അത് മേടിച്ചു കഴിക്കുന്ന माछा त्यसमा हाल त्यसमा नहालै നമുക്ക് ഇടിയൻ ചക്ക മേടിച്ചു കൊടുക്കുന്ന വേണോ ആ കറി വെക്കണ കോട്ടറ കോട്ടറ നമ്മുടെ നാട്ടിലെ ചക്കയായിരിക്കും ഇത്. छैन ചോട്ടെ അപ്പുറത്ത് നോക്കട്ടെ അപ്പൊ ഇത് എടുക്കും ഭയങ്കര വെയിറ്റ് ഉണ്ട് ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നോ? അയ്യോ അവിയലെ പറ്റി കഴിക്കാം. അവിയലെ പറ്റി മതിയായോ ആ വെയിറ്റ് ഉണ്ടോ കപ്പ കിട്ടിയില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതന്നെ adjust ചെയ്തോ. വലിയ ചക്ക ഇവിടെ കിട്ടൂല, ഇവിടെ എങ്ങനെ കിട്ടൂല? ആണോ ഇതിലിടും അമ്മ ഇത് വലുത് കിട്ടൂലല്ലോ ഇവിടെ. വലുത് കിട്ടും സീസൺ ഇല്ലല്ലോ ഇതിലിടും കല്ല് കല്ല് ആണോ നമുക്ക് റാഗി ഉണ്ടല്ലോ റാഗി അരി വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂട് മാറ്റും അത് കഴിഞ്ഞിട്ട് ഇത് പൊടിപ്പിച്ച് ഇടും പണ്ട് അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ അടിപൊളി എന്റെ അമ്മ അമ്മക്ക് ചാരക്കടത്ത അത് ട്രഡീഷണൽ അല്ലേ അതെ ഇത് ഫാക്രേ എന്നുവെച്ചാ കുറച്ച് കയ്പ് പറയും ഫാക്രേ Sugar like double diabetes. ഡയബറ്റീസ് ഷുഗർക്ക് മെഡിസിൻ ഉണ്ട് കക്രേ ചെറുപ്പത്തിൽ എന്തോരം കഴിക്കും പാപ്പറേ പോണ വണ്ടി ഇത് ചെയ്ത് തരാം അമ്മക്ക് വീട്ടിൽ പോണ വണ്ടി ഓടിയിട്ടുണ്ട് അവൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണം അവിടെ ആണോ नुडल्स ഒക്കെ ഉണ്ടാക്കുന്നു आम्हाला गाडी गरेर घर पठाइदिउँ हामी अहिले तिमी म चाहिँ सामान किनेर नानी त घर जाने ടയറായ കുട്ടിയെ ടയറായോ ടയർഡ് ഉണ്ടല്ലോ എന്തോരം സാധനം നോക്കില്ല പിടിക്കണ്ട ഓക്കെ നീനൊക്കെ പോന്നു ഇനിയെന്താ മേടിക്കുള്ള പിന്നെ കുറച്ച് സാധനങ്ങളും എടുക്കുന്നുണ്ട് ഉടനെ വീട്ടിൽ പോണ ഞാനൊക്കെ ഇതിപ്പോ ഇവളുടെ നാടല്ലേ അത് അമ്മയുടെ ഇല്ലേ ഞാൻ ചേച്ചിക്ക് വീട്ടിലിരിക്കില്ലേ ഞാനൊക്കെ ചേച്ചിയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഞാനൊക്കെ ഇങ്ങനെ നടക്കുന്ന പറ്റില്ലാപ്പേ പണി എത്ര വേണം ചെയ്യാം പക്ഷെ നടക്കണം ഈ തൂക്കി സാധനങ്ങൾ തൂക്കി ഞാനിവിടെ വന്നിട്ട് കണ്ടൊരു ഞാൻ പറഞ്ഞതേ ഒരാഴ്ച ഇവിടെ ഒരാഴ്ച അവിടെയല്ലേ നിൽക്കാൻ പ്ലാൻ ചെയ്തത് പിന്നെന്തുവാ നീയല്ലേ എന്റെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ കൂടുതൽ പണി ഉണ്ടാവും വെച്ച് അല്ല ഇങ്ങനെ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തീർന്നോട്ടോ കഴിയോ കഴിഞ്ഞ തീർന്നു പിന്നെ തേങ്ങ മേടിച്ചു അമ്മയുടെ തേങ്ങ ഒരു നമുക്ക് 40 എന്റെ അമ്മേ
ഇവിടെ തേങ്ങ ഒരു ചുമ്മാ തേങ്ങ ഉണക്കി കഴിക്കില്ലേ മറ്റത് നല്ല ടേസ്റ്റ് ഇല്ല ഇങ്ങ തേങ്ങ പൂജക്ക് മാത്രം മറ്റു സാധനം കിട്ടിയില്ല ഇവിടെ മറ്റേ തേങ്ങ ശർക്കര ഇട്ട് വെച്ചത് അത് മാർക്കറ്റ് പോകുമ്പോ നല്ല ടേസ്റ്റ് അത് കഴിച്ചിട്ടുണ്ടാവാ തേങ്ങ തേങ്ങ ഇങ്ങനെ ശർക്കര ഇട്ട് വെച്ചിട്ട് കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റാ പനി വരുന്നുണ്ട് തൊണ്ട വരുന്ന സ്റ്റാർട്ടായി നമുക്ക് നമ്മുടെ ചോറിനാ ചോറ് കഴിക്കാം വാ ചോറ് വേണം കുഞ്ഞി ചോറ് വേണം അപ്പൊ മാർക്കറ്റ് യാത്ര അവിടെ ഇതോടെ അവസാനിച്ചിരിക്കുന്നു കാഴ്ച എല്ലാം അമ്മക്ക് ഇടിച്ച് കിട്ടി കപ്പ് കിട്ടാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ചേച്ചി സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും ചേച്ചിക്ക് എന്താ വേണം ചേച്ചി ചെടി തരൂലേ അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാണ്ടാത്തെ നമുക്ക് കപ്പ കിട്ടിയില്ല ചോറ് കിട്ടിയപ്പോ കുറച്ച് ആശ്വാസം കിട്ടി ചോറ് കണ്ടിട്ട് ചോറ് കണ്ടിട്ട് പിന്നെ എന്തിനാ വന്നെ ആൾക്കാർ പിന്നെ എന്തിനാ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് പോണെന്ന് പറയും അതല്ല നമ്മൾ അരിയൊക്കെ കൊണ്ടുവന്നേ അതുകൊണ്ട് നമ്മൾ അരിയൊക്കെ ഒന്നുമല്ലോ നമ്മുടെ ചോറുണ്ടെങ്കിൽ തൊണ്ട നിറച്ചിങ്ങനെ ചോറ് അത് കറക്റ്റ് കേട്ടോ നിറഞ്ഞില്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥത അത് ബിരിയാണി കഴിച്ചാലും എനിക്ക് പറ്റൂല എനിക്ക് ഈ സാധനം തന്നെ കഴിക്കണം ആൻഷിക്ക് അതെ ആൻസ് പിന്നെ എല്ലാ ഫുഡും കഴിക്കും കഴിക്കും പക്ഷെ അവൾക്ക് ചോറ് വേണം എരിവുള്ള സാധനം വേണം കേരളത്തിലെ എവിടെ നയിക്കണേ ഞാൻ എവിടെ ഇന്നാലും കുഴപ്പമില്ല കണ്ണെന്തൊരു ഫേസ് വാഷ് ചെയ്താ വെള്ളത്തിലെ മാത്രം കഴിയും എന്താ വെച്ചാ കണ്ണെന്തൊരു മാർക്കറ്റില് വന്നോ പിന്നെ നമുക്ക് ഓരോ സാധനം മേടിക്കുമ്പോ ഒരേ പ്രൈസിൽ കിട്ടൂല വേറെ വേറെ സ്ഥലങ്ങളിൽ കിട്ടും പണ്ട് എനക്ക് ഉറപ്പില്ല പച്ചക്കടല പോയി ഇങ്ങനെ ഇല്ല അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ അങ്ങനെ ഹാബിറ്റ് ആയില്ല പിന്നെ ഇപ്പൊ നമുക്ക് എവിടെ നിന്നും പോകും ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോ ആ ഷോപ്പ് വരെ കൊണ്ടുപോവാല്ലേ ഇങ്ങനെ അങ്ങനെ ഇല്ലല്ലോ വണ്ടി പോകൂലല്ലോ ഓട്ടോ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും നിർത്തി വെക്കാൻ പറ്റും അപ്പൊ നടക്കുമ്പോ എനിക്ക് ശരിക്കും നടക്കുന്നേ പറ്റുള്ളാട്ടോ പോയി ഭയങ്കര ക്ഷീണായി പോയി ഭയങ്കര ടൈം അപ്പൊ ഇങ്ങനെ ഉണ്ടാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ മാർക്കറ്റ് പച്ചക്കറി മേടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാണോ അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ പറയൂ എല്ലാവർക്കും ഇഷ്ടായോ വിചാരിച്ചോ എന്റെ കുഞ്ഞി മാർക്കറ്റ് കലമ്പുങ് മാർക്കറ്റ് ഒന്നുമല്ല വലുതുണ്ടോ മാർക്കറ്റ് വലിയതാണ് ഇവിടുത്തെ പക്ഷെ നടന്ന ആവശ്യമാവുന്നു അമ്മയുടെ തൊണ്ടയിൽ ചോറ് നിറഞ്ഞോ സാധനം ഈ ചോറുണ്ടുമ്പോ നമുക്ക് തൊണ്ടങ്ങനെ നിറച്ചും പോണ പോലെ തോന്നൂലടി ഹോം മെയ്ഡ് കേർഡ് ഇത് നല്ല പുളിയാ അമ്മ സലാഡിനൊക്കെ പുളി ഇത് പുളി മോർക്കറി ഉണ്ടാക്കാം സലാഡ് വേണ്ട പുളി അപ്പൊ എല്ലാവർക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല ഇങ്ങ തണുപ്പല്ലേ മാർക്കറ്റ് ഇഷ്ടപ്പെട്ട് ഇല്ലേ പറയുന്നിട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചത്തോ അമ്മയ്ക്ക് അർജന്റായിട്ട് തിരിച്ച് നാട്ടിൽ പോകണം കേട്ടോ അപ്പൊ ഒരു ടിക്കറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു ടിക്കറ്റ് പിള്ളേരുടെ ഇടയിൽ കൂടെ പോണുണ്ടോ അതിന്റെ ഇടയിൽ കൂടെ പോണ പിള്ളേര് കുഞ്ഞു കൊച്ചു പറയില്ലെന്ന് പറയട്ടോ ഒരു ടിക്കറ്റ് തിരിച്ചു മാനന്തവാടി കൊണ്ടോണോ ഇല്ല ഒരു ടിക്കറ്റ് കളയുന്നു ഞാൻ ചുമ്മല്ലോ പോട്ടെ ആരെങ്കിലും പോവണ്ടേ ഒരെണ്ണുള്ളൂ എടി സത്യം പറ
എന്നെ കൊണ്ടുപോയിട്ടില്ല, അപ്പൊ ഞാൻ പിടിക്കില്ല. അയ്യോ